പിണറായി വിജയൻ്റെ മാത്രം ഫ്ലക്സ് കേരളമെമ്പാടും. ഇത് ജനസമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമല്ലേ? പിണറായിൻ്റെ മുഖ്യമന്ത്രി പാർട്ടി നേതാവ് എന്ന രീതിയിൽ പിണറായിൻ്റെ ഫോട്ടോ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. അത് ചില വിമർശനപരമായ കാര്യങ്ങളായിട്ട് വന്നിട്ടുമുണ്ട്. ഞങ്ങൾ വിമർശനപരമായിട്ട് പരിശോധിക്കുന്നു. വാസ്തവത്തിൽ ഈ പരാജയത്തിൽ താങ്കൾ എത്രമാത്രം ഒരു മാനസിക വ്യഥ അനുഭവിക്കുന്നു? ഒരു മാനസിക വ്യതി അനുവദിച്ചില്ല, അനുഭവിക്കുമില്ല. എനിക്കെതിരായിട്ട്, പിണറായിക്കെതിരായിട്ട്, പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് വരുന്ന മുഴുവൻ കടന്നാക്രമ നരേഷിൻ്റെയും പിന്നിൽ പാർട്ടി വിരുദ്ധതയാണ്. അത് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വ്യഥയുണ്ടല്ലോ, വിമർശനം വരുമ്പോഴും വ്യഥ തോന്നുന്ന ഒരവസ്ഥ എനിക്ക് എന്തിനാണ് ഉണ്ടാവേണ്ടത്? താങ്കളുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥി കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളിൽ ശ്യാമളയുടെ പേരില്ലായിരുന്നു എന്നാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. ജില്ലാ കമ്മിറ്റി പൊതുവെ അംഗീകരിച്ച ലിസ്റ്റാണ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത്. അത് മറ്റെല്ലാ കള്ളപ്രചരണമാണ്. ഇതുവരെയുള്ള വി ഡി സതീശൻ സർക്കാരിൻ്റെ ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ളൂ പ്രവർത്തനമൊന്നും വിലയിരുത്താൻ കഴിയും? ശരിക്കും വിലയിരുത്താൻ പറ്റും. നെഹ്റുവിയൻ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇടതുപക്ഷക്കാരനായിട്ട് ഭരണത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്നും ആഗോളവൽക്കരണ നിലപാടും സ്വകാര്യവൽക്കരണ നിലപാടുമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യമെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ 3 ആഴ്ചക്കാലത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഉള്ളടക്കം. എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാകുന്ന പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും മനസ്സിലായി. ഒരു സിമ്പിളായി അത് നിങ്ങളുണ്ടാക്കിയ ഒരു നരേഷനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന്. ഈ പ്രചരണമാണ് ഏറ്റവും അപകടകരമായ പ്രചരണം. എനിക്കെതിരായിട്ട് വന്ന കേരളത്തിലെ പലപ്പോഴും നിങ്ങൾ പറയുന്ന വിമർശനം ഞാൻ പറയുന്നതൊന്നും പലർക്കും മനസ്സിലാകുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവാതെ ഇപ്പോൾ ടി കെ ഗോവിന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ, ജി സുധാകരൻ അവർ നിയമസഭയിൽ സർക്കാരിനൊപ്പം നിന്ന് പാർട്ടിക്കെതിരായി സംസാരിക്കും. അങ്ങയുടെ ഒരു വികാരം എന്താണ്? അവരൊരു ഇടതുപക്ഷവും ഇല്ല. അവർ യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശൻ പറയുന്ന ഇടതുപക്ഷമാണ്. നെഹ്റുവിയൻ ഇടതുപക്ഷമാണെന്നല്ലോ. ഇനി വെള്ളാപ്പള്ളിയോട് സ്വീകരിക്കുന്ന പാർട്ടിയുടെ നിലപാടത്തെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ആരായാലും വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കും. ഈ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ വരെ എടുത്ത പല തീരുമാനങ്ങളും തെറ്റാണെന്ന് കണ്ടെത്തുകയും അത് തിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്ക് പാർട്ടി തുടക്കമിട്ടിരിക്കുകയാണ്. ശരിയല്ലേ? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അസംബ്ലി തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരാജയം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എടുത്തതെല്ലാം മുഴുവൻ തീരുമാനവും തെറ്റായിപ്പോയി എന്നൊന്നുമല്ല. നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഒരു പരാജയം ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പാർട്ടി നേതൃത്വത്തിനും സാധിച്ചിട്ടില്ല, താഴെ തലം വരെയും സാധിച്ചിട്ടില്ല. താഴെ തലത്തിൽ നിന്നെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളൊക്കെ മെച്ചപ്പെട്ട ഒരു വിജയം ഉണ്ടാവുമെന്ന് തന്നെയായിരുന്നു. അത് ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് വളരെ ഗൗരവപൂർവ്വം കണ്ടിട്ടുള്ള ഒന്നാണ്. യഥാർത്ഥത്തിൽ ഈ പരാജയത്തിൻ്റെ കാരണം എന്താണെന്നാണ് ഒരു രത്നച്ചുരുക്കമായിട്ട് നമുക്ക് പറയാം? രത്നച്ചുരുക്കം 1 2 ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, കേരളത്തിലൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 2ാം ടേം പൂർത്തിയാക്കി 3ാം ടേമിലേക്ക് പോകുന്നതിന് യഥാർത്ഥത്തിൽ കേരളത്തിലെ സ്ഥാപിത താല്പര്യം ഉൾപ്പെടെയുള്ള വിവിധ സാമ്പത്തിക ശക്തികൾ, മാധ്യമങ്ങൾ, ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ, പിന്തിരിപ്പൻ സമീപനം സ്വീകരിക്കുന്നവർ, വർഗീയവാദികൾ ഒന്നും അനുകൂലമായിരുന്നില്ല. ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞങ്ങൾക്കെതിരായിട്ട് യോജിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷ വർഗീയതയുണ്ട്, ന്യൂനപക്ഷ വർഗീയതയുണ്ട്, സാമ്പത്തിക വിഭാഗങ്ങളുണ്ട്, സാമ്പത്തിക ശക്തികളെ പിന്താങ്ങി നിൽക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം ആ രീതിയിൽ നമുക്കെതിരായിട്ട് ശക്തിയായ ഒരു ഐക്യനിര രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പരാജയം ഒരുപക്ഷെ താങ്കൾ കമ്മിറ്റികളിലും പുറത്തുമൊക്കെ ഒരുപാട് അറ്റാക്കിംഗ് നേരിടുന്നു. വാസ്തവത്തിൽ ഈ പരാജയത്തിൽ താങ്കൾ എത്രമാത്രം ഒരു മാനസിക വ്യഥ അനുഭവിക്കുന്നു? ഒരു മാനസിക വ്യഥ അനുവദിച്ചില്ല, അനുഭവിക്കുമില്ല. ഇത് വ്യക്തിപരമായ കാര്യം ആയിട്ട് കാണേണ്ടതല്ല. മാധ്യമങ്ങളും അതുപോലെ തന്നെ താഴെയുള്ള ചില ഈ പറയുന്ന പോലുള്ള നിങ്ങൾ പറഞ്ഞ പോലുള്ള ആളുകളും ശക്തിയായിട്ട് വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ ശ്രമിക്കും. അത് പാർട്ടിക്കെതിരായിട്ടുള്ള അക്രമമാണ്. അതിലിപ്പം വ്യക്തിപരമായിട്ട് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഈ വ്യക്തിപരമായിട്ട് ആക്രമിക്കപ്പെടുന്ന ഓരോരുത്തരും എന്തോ വലിയ പാതകം ചെയ്തിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണയിലും ഞങ്ങളില്ല. പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. പാർട്ടി എന്ന രീതി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും, ചർച്ച ചെയ്യും, തിരുത്തി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുക. അതിലൊന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളോ വ്യക്തിപരമായിട്ടുള്ള വ്യഥയോ ഒന്നും ഇതിൻ്റെ അകത്ത് സ്വാധീനിക്കപ്പെടുന്ന ഒന്നല്ല. അങ്ങ് പറഞ്ഞു ഈ പരാജയം മുൻകൂട്ടി കാണാൻ പറ്റില്ല എന്ന്. ഒരുപക്ഷെ താഴെ തട്ടിലൊക്കെ അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട്
ഒരു കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ താഴെത്തട്ടിൽ നിന്നൊക്കെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഈ പരാജയം സംഭവിക്കും എന്നറിയാൻ പറ്റില്ലായിരുന്നു. അല്ല, താഴെയുള്ള സഖാക്കൾ തന്നെയാണല്ലോ, ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണല്ലോ അവരുടെ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ജയിക്കാനുള്ള സീറ്റ് കിട്ടും എന്ന് ഓരോ മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നത്. അപ്പോൾ തീരെ ബന്ധമില്ലായിട്ടല്ല, ജനകീയ ബന്ധമുള്ളവർ തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ബന്ധം ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് മാറണം. അപ്പോൾ മാത്രമാണ് ജനങ്ങളുമായിട്ടുള്ള ഈ രാഷ്ട്രീയ ബന്ധത്തെ കൃത്യമായിട്ട് അളക്കാൻ പറ്റുക. അങ്ങനെയുള്ള ബന്ധത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വിവിധ കാരണങ്ങൾ പരാജയത്തിന്, പക്ഷേ ശക്തമായ ഒരു ആൻറ്റി ഗവൺമെൻറ് തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു? ഉണ്ടായിട്ടില്ല. ആൻറ്റി ഗവൺമെൻറ് തരംഗമൊന്നും ഉണ്ടായിട്ടില്ല. പൊതുവേ ഗവൺമെൻറ്റിനോട് മതിപ്പായിരുന്നു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കണ്ടത് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ പൊതുവായിട്ട് നല്ല നിലയിൽ തന്നെ നടക്കുമ്പോഴും നിരവധിയായ ചെറുതും വലുതുമായ വിഭാഗങ്ങൾ അസംതൃപ്തരായിരുന്നു. ഇപ്പോൾ കെട്ടിട മേഖലയിലുള്ള ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ അവർക്ക് ലഭിക്കേണ്ടുന്ന പെൻഷൻ ആനുകൂല്യം, കുറേ മാസത്തെ പെൻഷൻ കുടിശ്ശിക, പിന്നീട് അവസാനം കൊടുത്തു തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊന്നും പൂർണ്ണമായില്ല. അവരതിൻ്റെ ഭാഗമായിട്ട് അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൈത്തറി തൊഴിലാളികൾ, അവർക്ക് കിട്ടേണ്ടുന്ന കൂലി കുടിശ്ശികയായിട്ട് കിടക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു. മറ്റു പല പ്രശ്നങ്ങളും ഈ പറയുന്ന പരമ്പരാഗത മേഖലയിലുണ്ട്. അതേപോലെ തന്നെയാണ് നിരവധിയായ ഈ ചെറുതും വലുതുമായ പരമ്പരാഗത മേഖല ഉൾപ്പെടെയുള്ള തൊഴിലാളി വിഭാഗങ്ങൾ. അവർക്കെല്ലാം കുറേശ്ശെ പ്രയാസങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടല്ല ഉണ്ടായപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങളിൽ അവരെ പൂർണ്ണ തൃപ്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അസംതൃപ്തി ഈ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ആ അസംതൃപ്തിയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ അങ്ങ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്, യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് അതൊരു തിരിച്ചടിയായിപ്പോയി. വാസ്തവത്തിൽ ഈ ശബരിമല കൈകാര്യം ചെയ്യുന്നതിൽ അതൊരു അയ്യപ്പ സംഘമൊക്കെ ഒരു വേണ്ടാത്ത കാര്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ ശബരിമല അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായ പ്രശ്നങ്ങളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ദേവസ്വം ബോർഡ് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സംഗമം, അതുപോലെ പല രീതിയിലുള്ള സംഗമവും അവർ നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ്. ഇവിടെ ഉണ്ടായ കാര്യം, ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമത്തെ ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അത് ശരിയായിരുന്നില്ല. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ നരേഷൻ രൂപപ്പെട്ടു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെൻറ് സംവിധാനം തന്നെ ഒരു മതവിശ്വാസികൾക്ക് അനുകൂലമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു നരേഷൻ രൂപപ്പെടുത്തി. സത്യം പറഞ്ഞാൽ അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. എന്നാൽ ആ പരിപാടിയിൽ രാജ്യം അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട RSSൻ്റെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവിൻ്റെ സന്ദേശം അവിടെ വായിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഉൽപ്പാദിപ്പിച്ച ആശയവും നേരത്തെ പറഞ്ഞ ജനവിഭാഗങ്ങൾ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. ഗവൺമെൻറ്റാണ് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ ഗവൺമെൻറ് ഇത് ചെയ്യുകയാണ്, RSSനെ ഉപയോഗപ്പെടുത്തി അവരുടെ സന്ദേശം വായിക്കുകയാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ സ്വയംവിമർശനമായിട്ട് വ്യക്തതയോടുകൂടി ഇപ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം കൊണ്ടുവന്നത്? അല്ല, എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഈ സാർവദേശീയ തലത്തിൽ നടത്തുന്ന ഒരു സമ്മേളനത്തെ പറ്റി അവരെ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ UP ഗവൺമെൻറ്റിന്, എല്ലാ ഗവൺമെൻറ്റിനും അയച്ചിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെല്ലാം അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണത്. പിന്നെ ഓഫീസിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പരാമർശങ്ങൾ അത് വേണ്ട വിധം റെസിസ്റ്റ് ചെയ്യാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം സമുദായത്തിന് നേരെ നടത്തിയിട്ടുള്ള അതിശക്തിയായിട്ടുള്ള ചില പ്രയോഗങ്ങൾ, വർഗീയ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങളന്ന് അത് ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു.
അതിനുശേഷം പത്രസമ്മേളനങ്ങളിലൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാടിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് യോജിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അല്ലാതെ വർഗീയ നിലപാടിനെ അംഗീകരിക്കുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാമൂഹിക അവബോധമായിട്ട് മാറിയത് വെള്ളാപ്പള്ളി നടേശൻ വർഗീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് വന്നപ്പോൾ അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്ന നില സ്വീകരിച്ചില്ല എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ആക്ഷേപം രൂപപ്പെട്ടു വന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ശക്തിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ രൂപപ്പെട്ടു വന്ന ഒരു ആശയത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന തലത്തിലേക്ക് നമുക്ക് ഉയരാനായില്ല എന്നുള്ള കാര്യം ഞങ്ങൾ സ്വയം വിമർശനപരമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇപ്പോൾ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തുകൊണ്ട് ഒരു ചടങ്ങി പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ പല സംസാര രീതികളും ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നാക്കിൽ സരസ്വതി വിളയാടുന്നു എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. ഈ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം സ്വീകരണ യോഗത്തിൽ ഇത് പറഞ്ഞത്. വാസ്തവത്തിൽ ഇതിൽ ഒരു പിഴവ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്ക് സംഭവിച്ചു? അല്ല, പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും അല്ല. ഒരു അനുമോദന യോഗത്തിൽ ചില പരാമർശങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരുന്ന രീതിയിൽ നമ്മൾ പറയല്ലോ. അത്രയേ അതിന് കാണാനുള്ളൂ. ഒരു വിശേഷണത്തോടു കൂടി പറഞ്ഞു എന്ന് മാത്രം കണ്ടാൽ മതി. അത് വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നൊന്നുമല്ല. പക്ഷേ ഈ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് നൽകുന്ന ഒരു അനുമോദന സ്വീകരണ പരിപാടിയിൽ സ്വാഭാവികമായിട്ടും പങ്കെടുക്കുമ്പോൾ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. നമ്മളെല്ലാവരും പറയുന്നത് തന്നെയാണ്. അത് അദ്ദേഹത്തെ കുറച്ചും കൂടി വാഴ്ത്തിയിട്ടാണല്ലോ നമ്മൾ പറയുക. ആ പറയുന്നതിൻ്റെ അപ്പുറത്ത് വർഗീയവാദിയെ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ അടയാളപ്പെടുത്തി പറഞ്ഞതാണ് എന്നൊന്നും അതിനെ പറയാൻ സാധിക്കുന്നില്ല. നമ്മൾ ഉപയോഗിച്ച ഒരു പദപ്രയോഗങ്ങൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു സമൂഹത്തിലുള്ള സ്ഥാനം ഉൾപ്പെടെ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നതിൻ്റെ അപ്പുറത്ത് അതിനെ കാണേണ്ട കാര്യമില്ല എന്നാണ്. വർഗീയ പരാമർശം നടത്തുമ്പോഴാണ് നാക്കിൽ സരസ്വതി വർഗീയ പരാമർശം നടത്തുന്നതിനോടൊപ്പം തന്നെ അയാൾ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പരാമർശം നടത്താറുണ്ട്. രണ്ടും നടത്താറുണ്ട് അദ്ദേഹം. നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? അതിൽ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വർഗീയത പരാമർശത്തിനൊന്നും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇനി വെള്ളാപ്പള്ളിയോട് സ്വീകരിക്കുന്ന പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കും? അല്ല, വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ആരായാലും വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. അതിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മാത്രമായിട്ടല്ല, അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും കൃത്യമായിട്ട് ഫലപ്രദമായി പ്രതിരോധിച്ചുകൊണ്ടല്ലാതെ കേരളീയ സമൂഹത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കം നിലനിർത്തി മുന്നോട്ടേക്ക് പോകണമെന്ന് പറയുന്ന ജനവിഭാഗങ്ങൾക്ക് മുന്നേറാൻ വേറെ വഴിയില്ല. അത് ഇതേ വഴിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂവിന് ശേഷം താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നു, ശബരിമല അയ്യപ്പ സംഗമത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വെറുതെ നടന്നു വരികയായിരുന്നു, അപ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ട് വാഹനത്തിൽ കയറ്റിയെന്നുള്ളത്. ആ ഒരു നറേഷൻ ശരിയാണ്? അത്രയേ കാണ്ടിയുള്ളൂ. അതായത് വെള്ളാപ്പള്ളി നടേശന് കാറില്ലാത്ത ഒരാളൊന്നുമല്ലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെ കാറ് ഒരു ഘട്ടത്തിൽ നിർത്തി. അങ്ങനെ നടന്നു വരുമ്പോഴാണ് മുഖ്യമന്ത്രി എന്നുള്ള പരിഗണനയിൽ മുഖ്യമന്ത്രിയുടെ വണ്ടി മുമ്പോട്ടേക്ക് വരുന്നത്. ആ വണ്ടിയിൽ കയറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് യാതൊരു തരത്തിലുള്ള മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു പരിപാടിയല്ല. അല്ല, ഞാനൊരു സംശയം ചോദിക്കുന്നു. പിന്നെ വേറെ പ്രശ്നം എന്താ? വർഗീയപരമായ പരാമർശങ്ങൾ നടത്തിക്കൊള്ളുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്നുള്ള ദൃശ്യം കാണുന്ന അതൊക്കെ മാധ്യമങ്ങൾക്ക് ഉൾപ്പെട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ടാണ്. അത് കഴിഞ്ഞ് 5 വർഷക്കാലമായി ഒന്നാം പിണറായി ഗവൺമെൻറ് രണ്ടാം പിണറായി ഗവൺമെൻറ്റായി രൂപപ്പെട്ട അന്നു മുതൽ പിണറായിക്കെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പിന്നെ ഇടയ്ക്ക് പാർട്ടിക്കെതിരായിട്ട്, പാർട്ടി സെക്രട്ടറിക്കെതിരായിട്ട്, പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്, പുതുതായിട്ട് രംഗത്തേക്ക് വരുന്ന സ്ത്രീ സഖാക്കൾക്കെതിരായിട്ട്, യുവജന നേതാക്കൾക്കെതിരായിട്ട് ഒക്കെയുള്ള കടന്നാക്രമം വ്യക്തിപരമായ തേജോവധത്തിലേക്ക് കടക്കത്തക്ക രീതിയിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മാധ്യമ പിന്തുണയോടുകൂടി. അതാണ് കേരളത്തിൽ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തത്. കനകോരു സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അതായിരുന്നു വ്യക്തി അധിക്ഷേപം. ആ വ്യക്തി അധിക്ഷേപത്തിലൂടെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ജനകീയ നേതാവായിരുന്ന പിണറായി വിജയനെ അതല്ല എന്നാക്കാൻ വേണ്ടിയിട്ടാണ് 5 കൊല്ലക്കാലം നടത്തിയ ശ്രമം. ആ 5 കൊല്ലക്കാലം നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓരോന്നോരോന്നായി
എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിശക്തിയായിട്ടുള്ള പ്രചാരവേല കേരളത്തിലുടനീളം സംഘടിപ്പിച്ചൊരു പിണറായി വിരുദ്ധ ആശയം രൂപപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഒറ്റപ്പെട്ട രീതിയിലല്ല, ബോധപൂർവം പ്ലാൻ ചെയ്ത് പണം ചെലവാക്കി നടത്തിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? അതായത് ഒന്ന്, സംസ്ഥാനമെമ്പാടും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പിണറായി വിജയൻ്റെ മുഖം മാത്രമുള്ള ഫ്ലക്സാണ് വന്നത്. പണ്ട് VSൻ്റെ കാലത്ത് ഇതേ ഫ്ലക്സുകൾ, ഇതേ കാര്യങ്ങൾ വന്നപ്പം പലരും രംഗത്ത് വന്നിരുന്നു, പാർട്ടി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇവിടെ പിണറായി വിജയൻ്റെ മാത്രം ഫ്ലക്സ് കേരളമെമ്പാടും. ഇത് ജനസമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഈ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ പൊതുവായിട്ടുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് ഉപയോഗിച്ചത്. ആ ഉപയോഗിച്ചതിൽ പിണറായിൻ്റെ മുഖ്യമന്ത്രി, പാർട്ടി നേതാവ് എന്ന രീതിയിൽ പിണറായിൻ്റെ ഫോട്ടോ മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ എന്നുള്ളത് ശരിയാണ്. അത് ചില വിമർശനപരമായ കാര്യങ്ങളായിട്ട് വന്നിട്ടുമുണ്ട്. അത് ഞങ്ങൾ വിമർശനപരമായിട്ട് പരിശോധിക്കുന്നതാണ്. അത് പരിശോധിക്കുന്നതാണ്. പിന്നെ അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. 2, ഒന്ന്, ഇത്രയധികം വാഹനങ്ങൾ വേണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നിരത്തിലൂടെ സഞ്ചരിക്കാൻ? 2, ഇപ്പോൾ VD സതീശൻ ആകെ 3 വണ്ടിയായിട്ടാണ് കേരളത്തിൽ. അതിലിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നോക്കാം. അതുകൊണ്ടല്ല ഇത്രയധികം നോക്കാം നമുക്ക്. അതെല്ലാം ഞങ്ങളാരും തീരുമാനിക്കുന്നല്ലോ, പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണല്ലോ ഈ വാഹനങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനങ്ങൾ എത്രത്തോളമാണ്, അവർ ഓരോ നാട്ടിൽ പോകുമ്പോൾ സന്ദർശിക്കുമ്പോൾ എന്തൊക്കെ പ്രോട്ടോക്കോളുകളാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് നമുക്കറിയാമല്ലോ. ഇത്രയധികം വാഹനങ്ങൾ വേണം? അത്രയധികം വാഹനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല മുഖ്യമന്ത്രി. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ സംഘർഷങ്ങളായ മറ്റു കാര്യങ്ങളും വരുമ്പോഴാണ് ഈ പ്രോട്ടോക്കോൾ ഓഫീസർമാർ ഉൾപ്പെടെ കുറേയധികം വാഹനം ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ അങ്ങനെ അധികമൊന്നും വാഹനങ്ങൾ ഉപയോഗിക്കാറില്ല. അടുത്തത്, ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ഭീകരമായ ആക്രമണങ്ങൾ ഇപ്പോൾ ആലപ്പുഴ കണ്ടില്ലേ? കാരണം ഇത് എല്ലായിടത്തും CPM തന്നെ പ്രതിഷേധങ്ങളിലൂടെ വളർന്നു വന്ന പാർട്ടിയാണ്. ഈ പ്രതിഷേധം നടത്തുന്നവരെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കേണ്ട കാര്യമുണ്ടോ? അതും പോലീസ് പോകുന്നു, മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരായി പോകുന്ന ആൾക്കാർ അവിടെ ഇറങ്ങി ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. കാരണം ഈ തല്ലിച്ചതച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി പ്രശ്നത്തിൻ്റെ അപ്പുറത്ത് വളരെ ഭീകരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു. ഇപ്പം നമുക്കറിയാം, ആദിവാസികളൊക്കെ ഈ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കാലത്ത് എന്തൊക്കെയാണ് ചെയ്തത്. ആലപ്പുഴയിലെ സംഭവം, ആലപ്പുഴയിലെ മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ എത്രയെത്ര സംഭവങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മളെല്ലാം ശരീരത്തിന് മേലെ എന്തെല്ലാം പ്രയോഗിച്ചിട്ടുണ്ട് ഈ പോലീസ്. ഇതതുപോലെയല്ല, അതുപോലെ അല്ലാതെ വരുന്ന അതിനേക്കാളും ശക്തിയായിട്ടാണ്. അതുപോലെ അല്ലാന്ന് പറയുന്നത് എന്താ കാരണം? അതുപോലെ, അതായത് ഗവൺമെൻറ്റുമായിട്ട് ഏറ്റുമുട്ടുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ലാത്തിച്ചാർജ് ഉണ്ടായിട്ടുണ്ട്, ടിയർ ഗ്യാസ് ഉണ്ടായിട്ടുണ്ട്, വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്, ഒക്കെ കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് താരതമ്യേന വളരെ കുറവായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് കഴിഞ്ഞ 10 കൊല്ലക്കാലം. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കോടതി തന്നെ ഇപ്പോൾ അതാണല്ലോ പറഞ്ഞത്. ഇന്ന് നിങ്ങൾ പറഞ്ഞ ആ ഭീകരതയൊന്നും കോടതി കണ്ടില്ലല്ലോ. കോടതി പറഞ്ഞത് അങ്ങനെയല്ല, മരണത്തിന് ഇടയാക്കത്തക്ക രീതിയിലുള്ള മർദ്ദനം ഉണ്ടായി എന്നൊന്നും പറയുന്നത് ശരിയല്ല. കാരണം നിങ്ങളുടെ മുൻപത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെതാണെന്ന് ചൂണ്ടിക്കാണിച്ചല്ലോ കോടതി തന്നെ ജാമ്യം കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുണ്ടാക്കാൻ ശ്രമിച്ച നരേഷൻ അതേപോലെ തന്നെ നിലനിൽക്കുന്നതല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അടിച്ചമർത്തി ശരിപ്പെടുത്തി പിന്നെ ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള നിലപാടുമല്ല ഞങ്ങൾ എടുക്കുന്ന സമീപനം. സമാധാനപരമായ അന്തരീക്ഷത്തിൽ മുന്നോട്ടേക്ക് പോകണം. അതിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഗവൺമെൻറ് നീങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ള സമീപനം. ഇപ്പോൾ TK ഗോവിന്ദൻ, V കുഞ്ഞികൃഷ്ണൻ, G സുധാകരൻ, പാർട്ടിയുടെ സമുന്നതരായ 3 നേതാക്കൾ, അവർ നിയമസഭയിൽ സർക്കാരിനൊപ്പം നിന്ന് പാർട്ടിക്കെതിരായി സംസാരിക്കുന്നു. അങ്ങയുടെ ഒരു വികാരം എന്താണ്? 3 ആളും UDFൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. UDFനെ കാണുന്ന പോലെ തന്നെ അവരെയും കാണും. അതാണ് പറയുന്നത്. വേറെ പ്രത്യേകത എന്താ കണ്ടത്? അവരൊരു ഇടതുപക്ഷവുമില്ല. അവർ യഥാർത്ഥത്തിൽ ഈ VD സതീശൻ പറയുന്ന ഇടതുപക്ഷമാണ്, നെഹ്റുവിയൻ ഇടതുപക്ഷമാണെന്നല്ലോ വ്യാഖ്യാനിക്കുന്നത്. എന്ത് നെഹ്റുവിൻ ഇടതുപക്ഷമാണ് ഈ വൈറ്റ് പത്രത്തിൽ ഇപ്പം അവസാനം ധവളപത്രത്തിൽ വന്നത്? എല്ലാ സ്വകാര്യ മൂലധനത്തിന് പൂർണ്ണമായി കീഴടങ്ങുന്നതാണ് പച്ചയായിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ സമീപനം അതാണോ? ഞാൻ ക്ഷേത്രം പണിയും എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യ ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷേത്രം പണി. അപ്പോൾ ആളുകൾ വിചാരിച്ചു എന്തൊരു കഥയാണ്. ഈ ഭൗതികവാദിയായ നിലപാട് സ്വീകരിക്കുന്ന ഈ ചരിത്രകാരനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷേത്രം പണിയോ എന്ന് ആളുകൾ ഉത്കണ്ഠപ്പെട്ടു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പണിയുന്ന ക്ഷേത്രം പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്ന്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടാൻ തീരുമാനിക്കുകയും വിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ് ധവളപത്രം. വാദോരാതെ VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഞാൻ നെഹ്റുവിയൻ സിദ്ധാന്തത്തിൻ്റെ വക്താവാണെന്നാണ്. മാത്രമല്ല തികച്ചും വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടല്ലേ മുമ്പോട്ടേക്ക് പോയത്. ഇവിടെ 100+ കിട്ടുമെന്ന് പറയുമ്പോൾ 30 മണ്ഡലങ്ങളിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് BJPയുടെ വോട്ട് വാങ്ങിയില്ലേ? ഞാൻ ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് വാങ്ങിയിട്ടില്ലേ? അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 3ാമത്തെ സ്ഥാനത്തേക്ക് അവർ ജയിച്ച 3 മണ്ഡലത്തിലും UDF എത്തിയില്ലേ? ഇവിടെ നിയോജക മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ്. അതുപോലെ തന്നെ ഇവിടെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ അവരങ്ങനെയാണ്. ചാത്തന്നൂരും അങ്ങനെ തന്നെയാണ്, 3ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ BJPക്ക് അനുകൂലമായ വോട്ട് UDF നൽകിയിട്ടുണ്ട്, UDFന് അനുകൂലമായ വോട്ട് BJP നൽകിയിട്ടുണ്ട്. ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേയറ്റം നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വളരെ ഫലപ്രദമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ധാരണയോടെ ഈ കേരളത്തിലുടനീളം വർഗീയ പ്രചാരണം സംഘടിപ്പിച്ച് UDFന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. ലീഗ് എടുത്ത നിലപാട് മതപരമായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തുകയും വർഗീയ ധ്രുവീകരണത്തോടുകൂടി ആ പ്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ലീഗ് ഒരു മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഞങ്ങൾ മുമ്പ് വിലയിരുത്തിയത്. ഇപ്പോഴും ഒരു സംശയമില്ലാതെ മതധ്രുവീകരണത്തിന് വേണ്ടി ഫലപ്രദമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പിൻപറ്റി കോൺഗ്രസ് ഗുണഭോക്താവുമായി ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഇലക്ഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. ഇത് ദൂരവ്യാപകമായ ഫലം ഉളവാക്കുന്നതാണ്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പരാജയപ്പെടുത്താൻ വേണ്ടി VD സതീശനും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഇവരെല്ലാം UDF നേതൃത്വമാകെ നിലകൊണ്ടത് എന്നുള്ളതാണ് സത്യം. അതാണ് വസ്തുത. അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണനെയും G സുധാകരനെയൊക്കെ പാർട്ടിയിൽ തന്നെ നിലനിർത്താമായിരുന്നില്ല? ഒരിക്കലും സാധിക്കുന്നതല്ല. എല്ലാവരും ശ്രമിക്കുകയാണ്. ആ ശ്രമം ഒന്നും നടക്കില്ല. കാരണം അവർക്ക് ഓരോരുത്തർക്കും മത്സരിച്ചേ പറ്റൂ. അതാണ് കാര്യം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നമായിട്ട് മത്സരിക്കുക, ജയിച്ചാലും തോറ്റാലും എന്ന രീതിയിൽ വരിക, മത്സരിക്കാൻ സാധ്യതയുണ്ട്, ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉറച്ച മത്സരത്തിലേക്ക് പോവുക. ഇതാണ് അവസരവാദപരമായ രീതിയിൽ പാർലമെൻ്ററി സിസ്റ്റത്തിലേക്ക് വഴുതി വീണുപോയ സുധാകരനായാലും TK ഗോവിന്ദനായാലും കുഞ്ഞികൃഷ്ണനായാലും ചെയ്തിട്ടുള്ളത്. അതിനെ ഒരു നിമിത്തം ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിക്കകത്ത് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ല. ഈ താങ്കളുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ച പറ്റിയെന്ന് ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചിട്ടുണ്ട്. എങ്കിൽ തളിപ്പറമ്പിൽ എന്തുകൊണ്ട് PK ശ്യാമള സ്ഥാനാർത്ഥി വന്നു? അല്ല, PK ശ്യാമള സ്ഥാനാർത്ഥി തീരുമാനിച്ച് അവർ തീരുമാനിച്ചാണ്. ജില്ലാ കമ്മിറ്റിയാണ്, ജില്ലാ സെക്രട്ടേറിയറ്റാണ് തീരുമാനിച്ച് പ്രപ്പോസൽ അയക്കുന്നത്. പക്ഷേ കീഴ്ഘടകങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളിൽ ശ്യാമളയുടെ പേരില്ലായിരുന്നു എന്നാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. ജില്ലാ കമ്മിറ്റി പൊതുവെ അംഗീകരിച്ച ലിസ്റ്റാണ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയത്. മറ്റെല്ലാ കള്ളപ്രചരണമാണ്. ശ്യാമളയുടെ പേര് മാത്രമല്ല, എല്ലാവരുടെയും പേര് അവർ പൊതുവെ അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റി കൈമാറുക ചെയ്തത്. അങ്ങനെയെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് കോട്ടയായ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പാർട്ടി സഖാക്കളടക്കം പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തു ഒരേപോലെ അല്ല കാണേണ്ടത്. പയ്യന്നൂർ വേറെയാണ്, തളിപ്പറമ്പ് വേറെയാണ്. തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് UDFൻ്റെ ഭാഗമായിട്ട് ലീഗാണ് അവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചത്. ആ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ലീഗുകാർ SIRന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് കൂട്ടിച്ചേർത്ത കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ് മണ്ഡലം. അതിൽ വലിയൊരു നമ്പർ വോട്ട് അവർ ചേർത്തിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി അണികളിൽ ഒരാശയക്കുഴപ്പവും ഒരു എതിർപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, എതിർപ്പും അനുകൂലവും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എതിർപ്പ് പോലെ തന്നെ അനുകൂലമുണ്ട്, അനുകൂലം പോലെ തന്നെ എതിർപ്പുണ്ട്, രണ്ടും ഉണ്ടായിട്ടുണ്ട് അവിടെ. അതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി അത് സംബന്ധിച്ചുള്ള സ്വയം വിമർശനം നടത്തിയിട്ടുള്ളത്. ആ സ്വയം വിമർശനത്തിൻ്റെ ഒപ്പമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും നിന്നിട്ടുള്ളത്. അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ? അല്ല, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുക. ഓക്കെ. കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും വാർത്താസമ്മേളനം നടത്തി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഉത്തരവാദിത്തങ്ങളും ജില്ലാ കമ്മിറ്റിയുടെ തലയിലേക്ക് വയ്ക്കുന്ന ഒരു റിവ്യൂ റിപ്പോർട്ടാണ് താങ്കൾ അവതരിപ്പിച്ചത്. ആ റിവ്യൂ റിപ്പോർട്ട് അവർ കിട്ടിയില്ലല്ലോ. റിവ്യൂ റിപ്പോർട്ട് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നിട്ട് അവനെ ഇവർക്ക് എങ്ങനെ അറിയാം? അതൊക്കെ ഇങ്ങനെ ഓരോ കള്ളപ്രചാര വേലക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടിയുള്ളൂ. ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഏകണ്ഠമായിട്ട് അംഗീകരിച്ചതാണ് പാർട്ടി റിവ്യൂ റിപ്പോർട്ട്. ആ റിവ്യൂ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ TK ഗോവിന്ദനും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനും ആകാശത്ത് നിന്ന് എന്തോ വാർത്ത അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രം. അതൊന്നും ശരിയായ റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള വിമർശനാത്മകമായ നിലപാടായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എന്തായാലും ഈ തിരുത്തൽ പ്രക്രിയ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്കും അല്ലെങ്കിൽ താങ്കളും മുഖ്യമന്ത്രിയും അവരുടെ നടപടികളിൽ വിമർശിക്കപ്പെടുന്നുണ്ടോ? ഞാനും മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിൽ ഒരാൾ രണ്ടാൾ എന്നുള്ളതല്ല, പാർട്ടി ആകെ തിരുത്തുക. പാർട്ടിയെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും വ്യക്തികൾക്ക് പറ്റിയിട്ടുള്ള ഒരു പിശക് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള നരേഷൻ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉത്തരവാദിത്തമുണ്ട്, പക്ഷേ അത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും തന്നെ സ്വയംവിമർശനം നടത്തുന്നത്. അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാളല്ലേ സ്വയംവിമർശനം നടത്തേണ്ടത്? പാർട്ടിയാണ് സ്വയംവിമർശനം നടത്തുക. ജില്ലാ കമ്മിറ്റിയാണ് സ്വയംവിമർശനം നടത്തിയത്. പാർട്ടി ഘടകങ്ങളാണ് സ്വയംവിമർശനം നടത്തി ഓരോ കാര്യത്തെപ്പറ്റിയും വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്ന നരേഷനിലേക്കൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കൃത്യമായ സംഘടനാ രീതി അനുസരിച്ച് ഫലപ്രദമായി കേരളത്തിലുള്ള ഇന്നത്തെ പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഞങ്ങൾക്കെല്ലാമുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സജീവമായി പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള തെറ്റുതിരുത്തൽ പ്രക്രിയയിൽ മുന്നേറും എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിലാരെങ്കിലും ഒരാൾ ഒഴിവ് വേറൊരാൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒന്നാമത്തെ സ്ഥാനം രണ്ടാമത്തെ സ്ഥാനം ഇതൊന്നും പാർട്ടിയിലില്ല. പാർട്ടി പൊതുവായിട്ട് പാർട്ടി കൃത്യമായ ധാരണയോടുകൂടിയാണ് ആ ഭാഗം റിവ്യൂ റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരും തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക, ആ രീതിയിൽ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കുക. ഈ റിവ്യൂ റിപ്പോർട്ട് വെള്ളം ചേർത്താണെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. അടിസ്ഥാനരഹിതം അത് കണ്ടിന്യൂ എന്നിട്ടല്ലേ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളത് പ്രസിദ്ധീകരിച്ചിരുന്നില്ലല്ലോ, ഞങ്ങളത് റിപ്പോർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ വെറുതെ അവിടുന്ന് ഇവിടുന്ന് കേട്ട കാര്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ മാതൃഭൂമി മനോരമയെല്ലാം എഴുതിയിട്ടുള്ള വാർത്ത വായിച്ചിട്ട് റിവ്യൂ റിപ്പോർട്ട് ശരിയാക്കിയാൽ ശരിയാവുമോ? ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ റിവ്യൂ റിപ്പോർട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രമല്ല, എന്നാൽ അത് നിരവധിയായ കാര്യങ്ങൾ ഈ പരാജയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. ആ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം വളരെ ഫലപ്രദമായി തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ 2 തവണ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വലിയ പരാജയം സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷം. അദ്ദേഹത്തെ മാറ്റി PD സതീശനെ കൊണ്ടുവന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ പരാജയം സംഭവിക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിരുന്ന ആൾ പ്രതിപക്ഷ നേതാവായി വീണ്ടും വരുന്നത്, അല്ലെങ്കിൽ ഒരു രണ്ടാം നിരയെ ഉയർത്തിക്കൊണ്ടുവരാത്തത് എന്തുകൊണ്ട്? അല്ല, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. ഇതിനു മുമ്പ് ഇതേപോലെ തന്നെയുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. സഖാവ് VS പ്രതിപക്ഷ നേതാവായിട്ടുണ്ട്, കോടിയേരി പ്രതിപക്ഷ ഉപനേതാവായിട്ടുണ്ട്. ആ രീതിയിൽ പാർട്ടി നേതൃത്വം തന്നെയാണ് അസംബ്ലിക്കകത്തും പുറത്തും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായ ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്ന കാഴ്ചപ്പാട് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന കമ്മിറ്റിക്കും ഏകണ്ഠമായ അഭിപ്രായം നൽകി വന്നത്. അതുതന്നെയാണ് സഖാവ് പിണറായി പ്രതിപക്ഷ നേതാവായിട്ട് വരണം എന്ന് ഏകണ്ഠമായിട്ട് തീരുമാനിച്ചത്. ഒരു ചോദ്യം, ഇപ്പോൾ KK ശൈലജയെ പേരാവൂർ പോലൊരു സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി എന്നൊരു ആരോപണം ഉയർന്നു വരുന്നുണ്ട്. കാരണം അവരെ ഒരിക്കലും മുകളിലേക്ക് ഉയർത്തി വിടാൻ കഴിയാത്ത സാഹചര്യം. അതൊക്കെ ശരിയായ രീതിയിൽ പാർട്ടി വിരുദ്ധ പ്രചാരവേലയാണ്. 7 പ്രാവശ്യം ശൈലജ ടീച്ചർ മത്സരിച്ചിട്ടുണ്ട്. ജയിക്കുകയും ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ തോക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ജയിക്കുകയും ഒരിക്കൽ തോക്കുകയും ചെയ്തിട്ടുള്ള മണ്ഡലം തന്നെയാണ് പേരാവൂർ മണ്ഡലം. ആ പേരാവൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം മത്സരിച്ച് ആ മണ്ഡലം പിടിക്കുക, KPCC പ്രസിഡൻറ്റിൻ്റെ മണ്ഡലമാണല്ലോ, പിടിക്കുക എന്നത് തന്നെയാണ് പാർട്ടിയുടെ ധാരണ. പക്ഷേ പൊതുവായിട്ടുള്ള കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് ഉദ്ദേശിച്ചതുപോലെ വിജയം നേടാനായിട്ടില്ല എന്നുള്ളത് മാത്രം കണ്ടാൽ മതി. അതിൻ്റെ അപ്പുറം കാണുന്ന കാര്യങ്ങളെല്ലാം സാങ്കല്പികമായി രൂപപ്പെടുത്തുന്ന പാർട്ടി വിരുദ്ധ പ്രചാരവേലയാണ്. ഈ ആദ്യമായിട്ടാണ് പാർട്ടി ജനങ്ങളുടെ ഒരു പൾസ് അറിയാൻ വേണ്ടി ഒരു വാട്സാപ്പ് നമ്പറൊക്കെ വെച്ചിട്ട് അഭിപ്രായങ്ങൾ വരുന്നത്. എങ്ങനെയാണ് അതിൻ്റെ റെസ്പോൺസ്? ഏതാനും ദിവസമായിട്ടേ ഉള്ളൂ. അസാധ്യമായ റെസ്പോൺസാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച് പത്രത്തിൽ ചാനലിൽ വന്ന ആ ദിവസം ആ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ മണിക്കൂർ 1600 പോകും. 1600. അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 5000-ലധികമായി. ഇപ്പോൾ 15,000-ലധികമായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആ നമ്പറിൽ തുടരാൻ സാധിക്കാത്ത സ്ഥിതി വന്നു. മനസ്സിലായില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അവരുടെ തന്നെ സംവിധാനം ഉപയോഗിച്ചിട്ട് അവർ തന്നെ അത് സ്റ്റക്കായിപ്പോയി. ഇപ്പോൾ വേറൊരു നമ്പർ കൂടി ചേർത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലക്ഷക്കണക്കിനാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് CPIM, ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്ന് മുന്നോട്ടേക്ക് പോകാനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുമ്പോൾ എനിക്കും എൻ്റേതായ ഒരു സംഭാവന നൽകേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കേരളത്തിലും കേരളത്തിന് വെളിയിലും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളത് എന്നാണ് അത് തെളിയിക്കുന്നത്. ഞങ്ങളിത് മുഴുവൻ
കേൾക്കാനും മനസ്സിലാക്കാനുമാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേകമായ ഒരു സംവിധാനം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും വായിക്കാനും ഒരു 5 അംഗങ്ങളടങ്ങുന്ന ഒരു ടീമിനെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കും. AI സംവിധാനം വെച്ചുകൊണ്ട് അതിനെയും നമുക്ക് കൃത്യതയോടുകൂടി മനസ്സിലാക്കാനാവും. ആ തരത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണോ വരുന്നത്, ആരോഗ്യകരമായ എല്ലാ നിർദ്ദേശങ്ങളെയും കൂടി ചേർത്ത് വേണം നമുക്ക് ആഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ഈ സംസ്ഥാന കമ്മിറ്റിയുടെ വിപുലീകൃത യോഗത്തിൽ പരിശോധിക്കാൻ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഇത്രയും വരുന്ന കോളുകളിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു നിർദ്ദേശം ഇതുവരെ ഒന്ന് ഒരു കൗതുകരമായ കാര്യത്തിൽ ചോദിച്ചാണ്, എങ്ങനെയാണ് ആ ഫീഡ്ബാക്ക് കൂടുതലും ആൾക്കാർ ആവശ്യപ്പെടുന്നത് എന്താണ്? കൂടുതൽ ആളുകൾ ഓരോരാളും ഓരോ രീതിയിലാണ് കാണുന്നത്. അതിപ്പോൾ നമ്മുടെ സംഘടന ശക്തിപ്പെടുത്തേണ്ട കാര്യമുണ്ട്, യുവജനങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടുന്ന കാര്യമുണ്ട്, അതുപോലെ തന്നെ ജെൻസി വിഭാഗത്തിൻ്റെ ഇടയിൽ നമ്മൾ സജീവമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളെ പറ്റിയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ സംബന്ധിച്ചുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് സാമൂഹിക ജീവിതത്തിൽ ഇടത്തരം വിഭാഗങ്ങൾ ഉൾപ്പെടെ രൂപപ്പെട്ട് വളർന്നു വന്നിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ്. ഒന്നോ രണ്ടോ ഏതെങ്കിലും ഒരു കാര്യമല്ല, ആയിരക്കണക്കിന് കാര്യങ്ങളാണ്. അതൊക്കെ ഞങ്ങൾ പരിശോധിച്ച് സോർട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യവും സർവ്വതല സ്പർശിയായ രീതിയിലുള്ള ആശയങ്ങളാണ് ഇങ്ങോട്ട് മുമ്പോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായി ED റെയ്ഡ്, ആ റെയ്ഡ് വന്നപ്പോൾ ആദ്യമൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു സുവ്യക്തമായൊരു നിലപാട് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണമാണ്, അത് അവർ തന്നെ നിയമപരമായി നേരിടും എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് അന്ന് അവിടെ എത്തി ED ഉദ്യോഗസ്ഥർ അവരുടെ വാഹനം അടിച്ചു തകർക്കപ്പെടുന്ന നിലയിലേക്ക് പോയത്? അല്ല, അത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു 5-8 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്ന ഒരു റെയ്ഡ് പൂർണ്ണമായിട്ട്, അങ്ങനെയാണെങ്കിൽ പിണറായിനെ കൂട്ടാൽ മതിയല്ലോ. പുറത്തിറങ്ങാൻ അനുവദിച്ചിട്ടില്ലല്ലോ, ചായ കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും പോലും വിട്ടിട്ടില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ വീണ നടത്തുന്ന ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കേസിൽ ആ കേസിലെ പ്രധാനപ്പെട്ട ഒരു ലിങ്കായി പാർട്ടി നേതൃത്വത്തെ കൊണ്ടുവരാനാണ് EDയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് BJPയും അതുപോലെ കോൺഗ്രസും ആണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് പിണറായി വിജയനെ പിടിക്കുന്നില്ല എന്നാണല്ലോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഖാർഗെ വന്നപ്പോഴും അതിനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസും ഉണ്ട്, BJPയും ഉണ്ട്. അവർ പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് EDയെ ഉപയോഗിക്കുന്നത്. ആ EDയുടെ നിലപാടിനോട് ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കേരളത്തിൽ അന്ന് ഉയർന്നു വന്നത്. ഇവരൊക്കെ പലരും ധരിച്ചു വെച്ചത് എന്താ പറഞ്ഞാൽ, ഇത് പിണറായി വിജയനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങളൊക്കെ നടക്കുന്നൊരു ഘട്ടമായതുകൊണ്ട് പിണറായി വിജയനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഈ രീതിയിൽ ഒരു ഫലപ്രദമായിട്ടുള്ള പ്രയോഗം ഞങ്ങൾക്ക് നടത്താമെന്ന ധാരണയിലാണ് വന്നത്. അല്ല എന്ന് മനസ്സിലായല്ലോ. കേരളം ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയ, മണിക്കൂറുകൾ കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നീങ്ങിയ ചിത്രമല്ലേ നമ്മൾ കേരളത്തിലെ മുഴുവൻ ജില്ലയിലും എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ കണ്ടത്. വൈകുന്നേരമാകുമ്പോഴേക്ക് ഈ ED യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഗവൺമെൻറ് തന്നെ, ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെൻറ് തന്നെ പറഞ്ഞല്ലോ ഞങ്ങളോട് കണ്ടില്ല. ഇതുപോലുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യം രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഒരു ഭാഗത്തുണ്ട്, ശക്തിയായിട്ടുണ്ട്, നല്ല പ്രതിഷേധമാണ്. 5-8 മണിക്കൂറായി. അങ്ങനെ വരുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു നിലപാട് സ്വീകരിക്കണ്ടേ പോലീസ് ഉൾപ്പെടെ? യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതി പോലീസാണ്. ഇങ്ങനെയുള്ളൊരു സംഭവം കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു പോകുമ്പോൾ ജനക്കൂട്ടത്തിലേക്കാണോ കാറ് ഇറക്കിയിട്ട് പോവുക? സാധാരണ അങ്ങനെയാണോ ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അത് കൃത്യമായിട്ട് ചെയ്യുന്നതിൽ വരുത്തിയ ഗുരുതരമായ വീഴ്ച പോലീസിനാണ്. ശരിക്കും പറഞ്ഞാൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലി തകർക്കുന്ന ആ ഒരു പ്രവണത നല്ലതാണോ? നല്ലതല്ല. ആരത് അംഗീകരിക്കുന്നില്ലല്ലോ. പക്ഷേ പ്രകോപിതരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആസൂത്രിതമായിട്ട് കൈകൊണ്ടാണല്ലോ അടിച്ചു പൊളിക്കുന്നത് കാണുന്നത്. പാർട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാട് വീണ വിജയനെതിരായ അന്വേഷണമാണ്, അവർ അതിനെ നിയമപരമായി നേരിടും, അതാണ് നിലപാട്. ഇപ്പോൾ അടുത്ത ദിവസം ED അവരെ ചോദ്യം ചെയ്യാൻ വീണ വിജയനെ വിളിച്ചോട്ടെ. അപ്പോൾ അവർ ഒരുപക്ഷെ അറസ്റ്റിലായാൽ പാർട്ടിയുടെ നിലപാട് അതൊന്നും ഇപ്പം കണക്ക് കൂടണ്ട. അമ്മാതിരിയുടെ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. എന്താ കാരണം വെച്ചാൽ, ഇല്ലാതെ ചോദ്യം ചോദിച്ചിട്ട് ഇല്ലാതെ ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ? ആ കേസ് അവർ കൈകാര്യം ചെയ്യും, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ആ കേസിൻ്റെ പേരിൽ പിണറായി വിജയനെ രാഷ്ട്രീയമായ ഉന്നം വെച്ച് കടന്നാക്രമിക്കാൻ ശ്രമിച്ചാൽ പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന ED നിലപാടിനെയും കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെയും പാർട്ടി ശക്തിയായി രാഷ്ട്രീയമായി നേരിടുക തന്നെയും നിയമപരമായിട്ട് നേരിടും. ഇതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത് തന്നെയാണ്. ED ഉദ്യോഗസ്ഥരുടെ വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മളൊരു ദൃശ്യം കണ്ടാണ്, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കോടിയേരി ബാലകൃഷ്ണൻ, ബിനീഷ് കോടിയേരി അവരെ അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുന്നു.
ഈ കേസിന് ശേഷം ബിനീഷ് കോടിയേരി നേരിട്ട കേസിന് ശേഷം അദ്ദേഹത്തിന് പാർട്ടി അംഗത്വം കൊടുക്കാനായിട്ട് അതിന് തടസ്സം തന്നത് താങ്കളാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് തെറ്റായ വാർത്തയാണ്. നിങ്ങളാണ് ആ വാർത്ത കൊടുത്തത്. പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാണ് അദ്ദേഹത്തിന് അംഗത്വം. പിണറായി വിജയൻ അറിയയില്ല ആ മെമ്പർഷിപ്പ് കൊടുത്തത്. ആ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞത് അവിടെ ജില്ലാ കമ്മിറ്റിയിൽ വന്ന ഒരാവശ്യം, അതായത് ഇവിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, ഞാൻ കൂടി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വന്ന ഒരാവശ്യം പത്രത്തിൽ വാർത്തയായിട്ട് വന്നല്ലോ. ആ വാർത്തയിൽ വന്നത് ബിനീഷ് കോടിയേരിക്ക് എന്തേ മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് പ്രയാസം എന്നാണ്. യഥാർത്ഥത്തിൽ ബിനീഷ് കോടിയേരിക്ക് മെമ്പർഷിപ്പ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജയിലിലായിരുന്ന സന്ദർഭത്തിൽ മെമ്പർഷിപ്പ് പുതുക്കിയില്ല. ആരെങ്കിലും പുറത്താക്കിയ നടപടിയെടുത്തൊന്നുമല്ല, മെമ്പർഷിപ്പ് പുതുക്കിയില്ല. മെമ്പർഷിപ്പ് പുതുക്കാത്ത സന്ദർഭത്തിൽ പിന്നെ എന്തേ വഴിയുള്ളൂ? അത് സെൻട്രൽ കമ്മിറ്റി അംഗീകരിച്ച മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നീട് മെമ്പർഷിപ്പ് പുതുതായിട്ട് കൊടുക്കുകയേ പറ്റുള്ളൂ. കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലേക്ക് പാർട്ടി മെമ്പറായി പോയിട്ടുള്ള ഒരാളെ പിന്നെ തിരിച്ചെടുക്കാൻ അങ്ങനെ സംഘടനാപരമായിട്ട് ആരാണോ ഏത് ഘടകമാണോ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അവിടുന്ന് അതിൻ്റെ മേൽ കമ്മിറ്റിയോട് കൂടി അംഗീകാരത്തോട് വേണം മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കാൻ. അനുഭാവി ഗ്രൂപ്പിലേക്കല്ല, പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ വേണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു, സംഘടനാപരമായി പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമ്മൾ സ്വീകരിക്കാം, അതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ബിനീഷ് കോടിയേരിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് എന്താ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യം? അതുകൊണ്ട് ഞാൻ ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെൻറ്ററുമായിട്ട് ആലോചിച്ച് സ്വാഭാവികമായിട്ട് തീരുമാനിച്ചു. ഞാൻ രണ്ടാളെയും വിളിച്ചു, ജോയിയെയും വിളിച്ചു, അതുപോലെ തന്നെ റഹീമിനെയും വിളിച്ചു. അവരെ വിളിച്ചിട്ട് പാർട്ടി മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യണം, ആവശ്യമായ ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മെമ്പർഷിപ്പ് കൊടുക്കുന്നതാണ് നല്ലത്, സ്ക്രൂട്ടിനിക്ക് മുമ്പ് കൊടുക്കണം എന്ന് ഞാൻ തന്നെയാണ് വിളിച്ച് പറയുന്നത്. അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടാണ് മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് നൽകുന്നത്. അത് ബാക്കി എല്ലാ പ്രചരണവും കള്ളപ്രചരണമാണ്. ഇപ്പോൾ കോടിയേരി അല്ല, ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ മാതൃഭൂമിയാണ് ആ വാർത്ത കൊടുത്തത്. അല്ല, പലരും കൊടുത്തില്ല. നിങ്ങളാ കൊടുത്തത് ആദ്യം. ഇപ്പം കോടിയേരി ബാലകൃഷ്ണ ഭാര്യ വിനോദിനിയുടെ ഒരു പ്രതികരണം, ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല കോടിയേരിയുടെ വേർപാടിന് ശേഷം. താങ്കളുടെ പേര് പറയാതെ ആണ് ആ പരാമർശം. അതെ, പേര് പറയാതെ വായിച്ചു നോക്കിയാൽ ഞാനാണെന്ന് തോന്നുന്നു. ഞാൻ പക്ഷേ ഈ അടുത്ത കാലത്ത് വരെ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഒരു പ്രാവശ്യമൊന്നുമല്ല, നിരവധി പ്രാവശ്യം പോയിട്ടുണ്ട്. നിരവധി പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും വ്യക്തിപരമായിട്ടില്ല. മാത്രമല്ല, കോടിയേരിയുടെ ഭാര്യ എന്ന രീതിയിലും കുടുംബം എന്ന രീതിയിലും ഞങ്ങൾ ഒരു തരത്തിലുള്ള ക്രിയാത്മകമായ സമീപനത്തിൻ്റെ പുറത്ത് ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല. എല്ലാ കാലത്തും അങ്ങനെയാണ്. അതിപ്പോൾ പാർട്ടി സെക്രട്ടറിമാരുടെ എല്ലാ ചിത്രവും, ഇപ്പോൾ നായനാരുടെ ഭാര്യ ഇപ്പോൾ അസുഖമായിട്ട് എറണാകുളത്ത് ചികിത്സയിലാണ്. ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് അവിടുന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ദിവസം ശാരദ ടീച്ചറെ കണ്ട് വീട്ടിൽ പോയിട്ടാണ് വന്നത്. അപ്പോൾ അസുഖമായിരുന്നു, അഡ്മിറ്റ് ചെയ്യാൻ പോകാമെന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം അവിടുന്ന് അഡ്മിറ്റ് ചെയ്തിട്ടാണ് എറണാകുളത്തേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്തത്. ഓപ്പറേറ്റ് ചെയ്ത ശേഷം ഞാൻ കണ്ടു. അതുപോലെ ചടയം ഗോവിന്ദൻ്റെ ഭാര്യ അസുഖമായിട്ട് കിടക്കുകയാണ്. പലപ്പോഴും ഞാൻ വീട്ടിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്, ഈ അടുത്ത കാലത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി നേതാക്കൾക്ക് പഴയകാല നേതാക്കന്മാരെ സ്മരിക്കാതെ മുന്നോട്ടേക്ക് പോകാനേ സാധിക്കില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് കോടിയേരിയുടെ കാര്യത്തിലായാലും നായനാരുടെ കാര്യത്തിലായാലും ചടയൻ്റെ കാര്യത്തിലായാലും അവരെല്ലാം കണ്ണൂർക്കാർ തന്നെയാണല്ലോ. അവരെല്ലാം കുടുംബങ്ങളിൽ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെയും ആ രീതിയിൽ ബന്ധപ്പെട്ട് തന്നെയാണ് പോയത് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വിനോദിനി കോടിയേരിയുടെ പ്രതികരണം ആരെ ഉദ്ദേശിച്ചാകും അറിയില്ല, അത് അവരോട് ചോദിച്ചല്ലേ മനസ്സിലായി. എന്നോട് എനിക്കെങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറയാൻ പറ്റുക? ഒരു കാര്യങ്ങളെ, ഈ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ശരിക്കും AK സെൻറ്ററിലൊക്കെ കൊണ്ടുവന്ന് ഒരു പൊതുദർശനത്തിനൊക്കെ വെച്ചതിന് ശേഷം അന്ന് അണികൾക്കിടയിലൊക്കെ ഒരു ചർച്ച വന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ, അങ്ങനെ ഒരു പൊതുദർശനമൊക്കെ നടത്തിയതിന് ശേഷം കണ്ണൂരിലേക്ക് എത്തിച്ച് സംസ്കരിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളൊരു കാര്യം. അല്ല, ഞങ്ങൾ അന്നത്തെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരെ അവിടെ നിന്നാണല്ലോ കൊണ്ടുവരുന്നത്. അതെ, ചെന്നൈയിൽ നിന്ന് കണ്ണൂരേക്ക് കൊണ്ടുപോയി. കണ്ണൂർ എല്ലാ ആദരവോടുകൂടി കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും വന്ന് പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് ശവസംസ്കാര ചടങ്ങ് നടത്തിയത്. അന്ന് കുടുംബാംഗങ്ങൾ തിരുവനന്തപുരത്ത് AK സെൻറ്ററിൽ പൊതുദർശനത്തിന് വെക്കണം, അവരുടെ കൂടി അഭിപ്രായം തേടിയിട്ട് തന്നെയാണ് തീരുമാനം എടുത്തത്. അവരങ്ങനെ ഡിമാൻഡ് വെച്ചിരുന്നില്ല. അല്ല, ഡിമാൻഡ് വെച്ചതെന്നുള്ളതല്ല, അങ്ങനെയുള്ള അവരെല്ലാം കൂടി ചേർന്ന് ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. ഇതുവരെയുള്ള VD സതീശൻ സർക്കാരിൻ്റെ ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ളൂ പ്രവർത്തനം ഒന്ന് വിലയിരുത്താൻ കഴിയും? ശരിക്കും വിലയിരുത്താൻ പറ്റും. നെഹ്റുവിയൻ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇടതുപക്ഷക്കാരനായിട്ട് ഭരണത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞത് ശുദ്ധ സംബന്ധമാണെന്നും ആഗോളവൽക്കരണ നിലപാടും സ്വകാര്യവൽക്കരണ നിലപാടുമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യമെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ 3 ആഴ്ച കാലത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഉള്ളടക്കം.
എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ അത് ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും മനസ്സിലായി മനസ്സിലായി. ഒരു സിമ്പിളായി അത് നിങ്ങളുണ്ടാക്കിയ ഒരു നരേഷനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞാൽ മനസ്സിലാവും, ജനങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ലളിതമായി ഈ പ്രചരണമാണ് ഏറ്റവും അപകടകരമായ പ്രചരണം. എനിക്കെതിരായിട്ട് വന്ന കേരളത്തിലെ പലപ്പോഴും നിങ്ങൾ പറയുന്ന വിമർശനം സന്ദേശ സിനിമ ഞാൻ പറയുന്നതൊന്നും പലർക്കും മനസ്സിലാകുന്നില്ല. മനസ്സിലാവാതെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവാതെ ആഗോളവൽക്കരണ നിലപാടിനെതിരായ നെഹ്റുവിയൻ സിദ്ധാന്തമാണ് ഞാൻ അംഗീകരിക്കുന്നത് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അതെ. നെഹ്റുവിയൻ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുമേഖലയല്ലേ. ആ പൊതുമേഖല മുഴുവൻ വിറ്റ് തുലക്കാനും അതുപോലെ തന്നെ പൂട്ടാനും വേണമെങ്കിൽ സ്ഥലം പോലും മാറ്റി വിൽക്കാനും ഒക്കെ തീരുമാനിക്കുമെന്ന് പറഞ്ഞത് മലയാളത്തിൽ മനസ്സിലായോ? മനസ്സിലായി. ഇനിയിപ്പോൾ ആഗോളവൽക്കരണത്തെ പോലെ തന്നെ സ്വകാര്യവൽക്കരണം, അതായത് ഇത് പൂട്ടൽ മാത്രമല്ല, ഇത് കുത്തക കുടുംബങ്ങൾക്ക് കൊടുക്കുക, കൈമാറുക. അദാനിയെ പോലുള്ളവരെ ഈ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരിമണൽ ഉൾപ്പെടെയുള്ള മേഖലയിൽ സന്നിവേശിപ്പിക്കാനുള്ള സംവിധാനം രൂപപ്പെടുത്തുക. അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്ലൂ എക്കണോമി ഒക്കെയാണ് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോർട്ട് തന്നെ സ്വന്തം വകുപ്പിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയാണല്ലോ. മംഗലാപുരത്ത് പോയ കാര്യം എന്താണെന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ലെങ്കിലും അദാനി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ കാണാനാണ് പോയിട്ടുള്ളത് എന്ന് പുറത്ത് വന്നിട്ടുണ്ടല്ലോ വാർത്ത. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാം വിലയിരുത്താനായിട്ടില്ല, 3 ആഴ്ച കൊണ്ടൊന്നും വിലയിരുത്താൻ സാധിക്കുന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. ആ കാര്യം ഒരു സംശയവും ഇല്ലാതെ പറയാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ നെഹ്റുവിയൻ സിദ്ധാന്തത്തിനെതിരായി പൊതുമേഖലയെയും അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കണ്ണായ കേരളത്തിന് വളരാൻ സാധ്യതയുള്ള വ്യാവസായിക ശൃംഖലയിൽ കരിമണൽ ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും സ്വകാര്യവൽക്കരിക്കാനും മുതലാളിമാർക്ക് കുത്തക കുടുംബങ്ങൾക്ക് കൊടുക്കാനുമുള്ള തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ് ധവളപത്രം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളും തീവ്ര വലതുപക്ഷത്തിൻ്റെതാണ് എന്നതാണ്. മറുവശത്ത് വനിതകൾക്ക് സൗജന്യ യാത്ര ബസ്സിൽ അനുവദിച്ചു. വനിതകൾക്ക് എന്ത് സൗജന്യ യാത്രയാണ് ഇപ്പം പറയുന്നത്? നമ്മുടെ മലബാറിലൊന്നും ഒരു സൗജന്യ യാത്രയും നടക്കില്ല. കാരണം അവിടെ നിന്ന് ഓർഡിനറി ബസ്സേ ഇല്ല. അവിടെ മലബാർ പ്രദേശത്തേ ഇല്ല. എവിടെയുള്ളത് വളരെ ചുരുക്കം ഒരു ഡിപ്പോ ഒരു ബസ്സോ 2 ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഒരു പ്രചരണമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളത് ശരിയാണ്. ആ മുദ്രാവാക്യത്തിനൊന്നും ഞാൻ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്ങനെയാണത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ സ്ത്രീകൾക്കും KSRTCയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ വാഹനങ്ങളിലും യാത്ര അനുവദിക്കുന്ന നിലപാട് സ്വീകരിക്കണം. ഇത് വളരെ ചുരുക്കം വരുന്ന ചില മേഖല, അതും പ്രത്യേകിച്ച് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മേഖലയിൽ മാത്രമേ ഉള്ളൂ ഈ ഓർഡിനറി ബസ്സുകൾ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ മധ്യ കേരളത്തിലായാലും വടക്കൻ കേരളത്തിലായാലും ഓർഡിനറി ബസ് വളരെ വളരെ കുറവാണ്. 5-10 ബസ്സാണ് പല ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കേന്ദ്രത്തിൽ പോലും ഉള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? 2 ചോദ്യം കൊണ്ട് അവസാനം. അല്ല, ഇത് ഈ കാര്യം മനസ്സിലായില്ലേ? എല്ലാം കൃത്യമായി. 2 ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കുക. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയൻ്റെയും താങ്കളുടെ അടക്കമുള്ള മാനരിസങ്ങളും പെരുമാറ്റ രീതികളും ഒക്കെ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടു. ഒന്ന്, താങ്കളുടെ ഒരു ചിരിയിൽ നിന്നാണ് ജി സുധാകരൻ പ്രകോപിതനായത്. അതിനുശേഷം താങ്കൾ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, എൻ്റെ മകൻ തന്നെ പറയേണ്ട ഇത് ശരിയായില്ല ഈ പെരുമാറ്റം. താങ്കളുടെ ഏത് പെരുമാറ്റ രീതിയാണ് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുക? അല്ല, പത്രസമ്മേളനത്തിലൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിട്ടുള്ള കുറേ ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഞാൻ തിരുത്തി. മിനിഞ്ഞാന്നൊക്കെ നടത്തിയ പത്രസമ്മേളനം ഒരു തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള പത്രസമ്മേളനം തന്നെയാണ്. ഞാൻ ഈ പത്രക്കാരോട് അങ്ങോട്ട് ചോദിക്കും. അതൊന്നും പത്രക്കാർക്ക് തീരെ ഇഷ്ടമുള്ളതല്ല. കാരണം അവർക്ക് പലപ്പോഴും മഴ പറയാൻ പറ്റില്ല. അതെല്ലാം കൂടി ചേർന്ന് അവർ കൂടി ഉണ്ടാക്കിയിട്ടുള്ള നരേഷനാണത്. അതെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് സ്വരൂപിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ പ്രചരണ മാധ്യമങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ UDFകാർ തന്നെ പണം കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. അതിൽ എന്നോട് ഒരാൾ എനിക്ക് അയച്ചു തന്നെ നിങ്ങൾ വായിക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ അതിൽ 2 ആളുണ്ട്. എനിക്കറിയുന്ന ആളൊന്നുമല്ല, ഞാൻ ഇതിൽ കാണുന്നതാണ്. അപ്പോൾ ഒരാൾ പറയുകയാണ്, ഈ MP ഗോവിന്ദൻ പണ്ട് VD സതീശൻ ഉൾപ്പെടെ, ഞാൻ VD സതീശനൊക്കെ നല്ല സൗഹൃദത്വം തന്നെയായിരുന്നു. VD സതീശൻ ഉൾപ്പെടെ പറയുമ്പോൾ MP ഗോവിന്ദൻ മാസ്റ്റർ കുറച്ച് ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുക. പിന്നീടത് കനകോലു സിദ്ധാന്തം വന്നപ്പോൾ അവരത് മാറ്റി MP ഗോവിന്ദനാക്കി. പണ്ടത്തെ സൗഹൃദപരമായ അന്തരീക്ഷം തന്നെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആളെ പറയുകയാണ് ഈ MP ഗോവിന്ദൻ. അപ്പോൾ മറ്റൊരാൾ പറയാം ഗോവിന്ദൻ മാസ്റ്റർ എന്ത് മാസ്റ്റർ, എവിടെയാണ് മാസ്റ്റർ? അപ്പോൾ അദ്ദേഹം ക്ലാസ്സെല്ലാം എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ എവിടെ ക്ലാസ് എടുക്കുന്നത്? മണ്ടന്മാരല്ലേ, കണ്ണൂരിലെ മണ്ടന്മാർക്കല്ലേ ക്ലാസ് എടുക്കുന്നത്. ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് എന്ത് കാര്യം? അയാൾ എന്തോ മറ്റേ കളീൻ്റെ മാഷല്ലേ എന്നെല്ലാം കൂടി. അതാണ് ഒരു തരം ഒന്നിനുമല്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, അതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അത് ചോദിക്കാം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടുണ്ടോ? ഞാൻ എന്നിട്ട് ചോദിക്കുക, രണ്ടാമത്തെ ചോദ്യം, എംഗൽസ് എഴുതിയിട്ടുള്ള മൂലധനം വായിച്ചിട്ടുണ്ടോ?
അതോടുകൂടി എനിക്ക് മനസ്സിലായി അദ്ദേഹത്തെ പരാമർശിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എംഗൽസ് എഴുതിയിട്ടുള്ള മൂലധനം വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അയാൾക്ക് എംഗൽസിനെയും അറിയില്ല, മൂലധനത്തെയും അറിയില്ല, ആരാണ് ഈ മൂലധനം എഴുതിയത് എന്നും അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെയുള്ള ഒരാളെ ഉപയോഗിച്ചിട്ട് എന്നെ ഈ രീതിയിൽ വ്യക്തിഹത്യ നടത്തുകയാണ്. അതിലൊരു കാര്യം എനിക്ക് നന്നായിട്ടറിയാം, വ്യക്തിഹത്യ നടത്തുന്നത് എന്നെയല്ല, പാർട്ടിയെയാണ്. എനിക്കെതിരായിട്ട്, പിണറായിക്കെതിരായിട്ട്, പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് വരുന്ന മുഴുവൻ കടന്നാക്രമ നരേഷൻ്റെയും പിന്നിൽ പാർട്ടി വിരുദ്ധതയാണ്. അത് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വ്യഥയുണ്ടല്ലോ, വിമർശനം വരുമ്പോൾ വ്യഥ തോന്നുന്ന ഒരവസ്ഥ എനിക്ക് എന്തിനാണ് ഉണ്ടാവേണ്ടത്? വല്ല കാര്യമുണ്ടോ? സംഭവം ഇതാണ്, പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമം, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കടന്നാക്രമം, അത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കടന്നാക്രമം, ഈ രീതിയിൽ ഏതെങ്കിലും പാർട്ടി നേതൃത്വത്തിന് മാത്രമല്ല, ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരായിട്ട് വരെ വരും. പാർട്ടി വിരുദ്ധ കടന്നാക്രമത്തിൻ്റെ രീതി അതാണ്. ലോകത്ത് എവിടെയും അതാണ്, ഇവിടെയോ തന്നെയാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഒരു ഉത്കണ്ഠയുള്ളവരല്ല ഞങ്ങളാരും. ഞങ്ങൾ ഇതിനെയെല്ലാം അതിജീവിക്കും. ഈ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും വർഗഭോജന സംഘടനകളെയും എല്ലാം ശക്തിപ്പെടുത്തി അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കവും പ്രത്യശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ ശേഷിയും സംഘടനാപരമായ അതിൻ്റെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം ഉൾപ്പെടെയുള്ള ജനാധിപത്യ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ഒരു പരാജയം കൊണ്ടെല്ലാം അവസാനിച്ചുവെന്നോ ഒരു വിജയം കൊണ്ട് എല്ലാം നേടിയെന്നോ കാണുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. വളരെ ഫലപ്രദമായിട്ട് ഈ വരുന്ന ഈ ഉണ്ടായ എല്ലാ തെറ്റുകളെയും തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളെയും എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് പാർട്ടി അതിശക്തിയായി മുന്നോട്ടേക്ക് പോവും എന്ന് തന്നെയാണ് വ്യക്തതയോടുകൂടി ഈ തോൽവിയുടെ പശ്ചാത്തലത്തിലും പറയാനുള്ളത്. ഒരു ചോദ്യങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒരു ചോദ്യം കൊണ്ട് നിർത്തിക്കോളാം. അതായത് ഈ വാർത്താ സമ്മേളനത്തിൽ എന്ത് തിരുത്തലാണ് താങ്കൾ വരുത്തിയത്? മകൻ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ മകൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയൊക്കെയല്ല, ചില മാനരസങ്ങളിൽ വേണ്ട എന്നാണോ? അല്ലല്ല, അങ്ങനെയല്ല. അവൻ പറഞ്ഞത് ഈ ഭാവമുണ്ടല്ലോ, ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവങ്ങൾ, അതെ, ആ ഭാവങ്ങളൊക്കെ നിങ്ങൾ തന്നെ സ്വയം ഈ കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു അതും ശരിയോ തെറ്റോ എന്നുള്ളത്. ഞങ്ങൾക്കെല്ലാം ഉള്ളത് നമ്മളെല്ലാം സാധാരണ രീതിയിൽ നിന്ന് വന്നതല്ലേ. ഈ ഡബിൾ റോളൊന്നും അഭിനയിച്ച ഒരു ശീലമുള്ളവരല്ല. എന്താണോ സ്വയം മനസ്സിൽ വരുന്നത് അത് തന്നെയാണ് പ്രകടിപ്പിക്കുക. അല്ലാണ്ട് മനസ്സിൽ ഒന്ന് വെച്ച് പ്രകടനം പോലെ ഒന്നാകുന്ന ഒരു പ്രത്യേക രീതി നമ്മളൊന്നും അവലംബിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. ഇനിയിപ്പോൾ അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ രൂപപ്പെടുത്താൻ സാധിക്കുന്നതൊന്നുമല്ല. പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മകൻ്റെ ഉപദേശം ഉൾക്കൊണ്ടു. അല്ല, മകൻ്റെ മാത്രമല്ല, ആരുടെയും ഉപദേശം നമ്മൾ ഉൾക്കൊള്ളുമല്ലോ. നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു അപ്രമാദിത്തമായ ഒരാളാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്സത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം അതാണ്. മാർക്സ് പറയുന്നത് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറാത്ത, മാറ്റമില്ലാത്ത ഒന്ന് മാത്രമേ പ്രപഞ്ചത്തിലുള്ളൂ. മനുഷ്യനെല്ലാം പറയുന്നത് പ്രപഞ്ചത്തിലുള്ളൂ. അത് മാറിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയയാണ്, ചലനാത്മകതയാണ്, മാറ്റമാണ്. ഇങ്ങനെയുള്ള ഒരു മാറ്റമാണ് മാർക്സ് എങ്കിൽ, മാർക്സ് എഴുതിയ പാഠപുസ്തകം പോലെയുള്ള പുസ്തകത്തിലെ മാർക്സിൻ്റെ മൂലധനം ഉൾപ്പെടെയുള്ള പുസ്തകമുണ്ട്. അതുപോലെ തന്നെ മാർക്സിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശന കാഴ്ചപ്പാടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താ? എല്ലാം മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ ലോകം നേടുന്ന സർവതല സ്പർശിയായ മലയാളമാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കി പറഞ്ഞാൽ മതി. ഞാൻ കേട്ടിരിക്കുക. അതായത് ഇങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്താകെ. അപ്പോൾ ഈ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ഈ നിമിഷം വരെ ലോകത്തിൻ്റെ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ, അത് സയൻസ് ആവാം, ശാസ്ത്ര സാങ്കേതിക വിദ്യയാവാം, ചരിത്രമാവാം, നിയമമാവാം, എന്തുമാവാം, ഈ മേഖലയിൽ മുഴുവൻ എന്തുണ്ടാകുന്നുണ്ട്? ഈ മാറ്റത്തിൻ്റെ തുടർച്ചയിൽ പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ ശാസ്ത്ര സത്യങ്ങളും വെളിപ്പെടുന്നുണ്ട്. ഈ വെളിപ്പെടുന്ന എല്ലാറ്റിനെയും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നാണ് മാർക്സ്. അപ്പോൾ ഞാനോ പറയാം ആരെങ്കിലോ ഞാനിതാ മാർക്സെല്ലാം പഠിച്ചിരിക്കുന്നു, വെറുതെ പറയുകയാണ്. തുടർ പ്രക്രിയയാണ് പഠനം. ഏത് മനുഷ്യനും അതാണ്. പുതിയ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ മാർക്സത്തിന് വികസിക്കാൻ പറ്റില്ല. അങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന, വികസിതമാവുന്ന ഒന്നാണ് മാർക്സും. അല്ലാതെ മാർക്സ് എഴുതിയ പുസ്തകത്തിലെ വരികൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല മാർക്സും കൈകാര്യം ചെയ്യേണ്ടത്. മാർക്സ് തന്നെ ചൂണ്ടിക്കാണിച്ച ഈ വികസന പ്രക്രിയയിൽ
ഈ നിമിഷം വരെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളെയും ചലനങ്ങളെയും പഠിച്ചുകൊണ്ട് വേണം മാർക്സിസ്റ്റ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആരും എന്ത് ചെയ്യുന്നുള്ളൂ, പഠിച്ച് പൂർത്തിയാക്കിയാടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇതാണ് കാര്യം. താങ്ക് യു. താങ്ക് യു.